അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് 3 ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ്. അതിൽ ടാറ്റൻ്റെ ടിയാഗോ ഉണ്ട്, മാരുതിൻ്റെ വാഗനർ ഉണ്ട്, പിന്നെ റെനോൾട്ടിൻ്റെ ക്വിഡ് ഉണ്ട്. ഈ 3 വാഹനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 3 ഓട്ടോമാറ്റിക്കലി AMT ഗിയർ ബോക്സ് വരുന്ന വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജൊക്കെ വണ്ടിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ AMT ഗിയർ ബോക്സിലാണ് അത്യാവശ്യം നല്ല മൈലേജ് ഇടുന്ന വാഹനങ്ങളുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ചെറുവണ്ടി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് മൂന്നും ചെറിയ വണ്ടികളാണ്. ചെറുവണ്ടികളായതുകൊണ്ട് തന്നെ ടൗൺ ഏരിയയിലും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ അത്യാവശ്യം നല്ല ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികളാണ്. അപ്പോൾ അതിന് പിന്നെ ടിയാഗോ ആണ്, 2021 മോഡലാണ്. 4,70,50,000 രൂപ കൊടുക്കാൻ പറ്റും, ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന വാഗനറാണ്, 4,10,000 രൂപ കൊടുക്കാൻ കഴിയും. ലാസ്റ്റ് വരുന്ന ക്വിഡാണ്, RXT ഓപ്ഷണലാണ്, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. 2,60,000 രൂപക്കും കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ 3 വണ്ടി നിലവിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ചെറുവണ്ടികൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ആരെങ്കിലും അന്വേഷിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വരുന്നത് ക്വിഡ് ഓട്ടോമാറ്റിക്കാണ്. 2017 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, RXT ഓപ്ഷണലാണ് വണ്ടി. നിലവിൽ 68,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി 1000 cc ആണ് വരുന്നത്. KL50 മണ്ണാർക്കാട് രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കളറാണ്. വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യൻ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ RXT ഓപ്ഷനിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ സിംഗിൾ എയർ ബാഗ് വണ്ടിക്ക് വരും, 2 പവർ വിൻഡോ, പിന്നെ മ്യൂസിക് സിസ്റ്റം, ഇത്ര ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, ടയർ ബാഗൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയറുണ്ട് വണ്ടിക്ക്. പിന്നെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ കിഡിന് ഓയിൽ ലീക്കിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട്. ഈ വണ്ടിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ടാണ്. പിന്നെ ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,60,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2,40,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വരുന്നത് വാഗനറാണ്. 2017 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 76,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. VXI ഓപ്ഷണലാണ് വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത്. 2 എയർ ബാഗ്, ABS, അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരും ഓപ്ഷണലാകുമ്പോൾ. KL32 ചേർത്തല രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള വണ്ടിയാണ് വാഗനറാകുമ്പോൾ. സ്ത്രീകൾക്ക് അനായാസം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇന്ത്യൻ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ 4 പവർ വിൻഡോ, അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, സെൻട്രൽ ലോക്ക്, പിന്നെ കമ്പനി സ്റ്റീരിയോ, അതിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. 2 എയർ ബാഗ്. ഒരു എയർ ബാഗ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നുണ്ട്. ടയർ ഭാഗമൊക്കെ നോക്കാൻ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് ടയർ വണ്ടിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ABS വരുന്നുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുതിയ ആമറോണിൻ്റെ ബാറ്ററി ഉണ്ട്. ഡിക്കി സ്പേസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,10,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,60,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് വണ്ടി വരുന്നത് ടാറ്റൻ്റെ ടിയാഗോ ആണ്. 2021 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് XZ ആണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ളതാണ്. പക്ഷേ നല്ല വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളത്. KL30 ചെങ്ങന്നൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. XZ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. ഇന്ത്യൻ ഭാഗമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ 69,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ളത് തന്നെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, 4 പവർ വിൻഡോ, അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, മിറർ ഫോൾഡിങ്, ബാക്ക് വൈപ്പർ, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമൊക്കെ ഉണ്ട്. പിന്നെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 1.2 ലിറ്ററാണ് എഞ്ചിൻ്റെ CC വരെ വണ്ടിക്ക്. പക്ഷേ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്.
അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,75,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 3 വണ്ടി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വണ്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 3.